إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയന്ന് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ റമളാൻ മാസം ഒരു വെളിപ്പാടകലെ കേവലം നമ്മുടെ വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം ബാക്കിയായി നമ്മോട് അടുത്തിരിക്കുകയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ റമളാൻ മാസം അടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് തൻ്റെ സ്വഹാബത്തിനെ വിളിച്ചുണർത്തിയിരുന്നതായി, സന്തോഷവാർത്ത അറിയിച്ചിരുന്നതായി പറയപ്പെടുന്ന ഹദീസിൽ ഇപ്രകാരം കാണാം: അതാകും ഷഹ്റു റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വരവായിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസം, ബറക്കത്ത് നിറഞ്ഞ മാസം. ഫറദല്ലാഹു അലൈക്കും സിയാമ, ആ മാസത്തിൽ അള്ളാഹു നിങ്ങൾക്ക് അവനു വേണ്ടി നോമ്പെടുക്കൽ നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ആ മാസത്തിൽ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസമാണത്. ചില ഹദീസുകളിൽ, മറ്റു ചില റിപ്പോർട്ടുകളിൽ കാണാം, റമളാനിലെ ആദ്യ രാവിൽ സ്വർഗ കവാടങ്ങൾ, ആകാശ കവാടങ്ങൾ തുറക്കപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അവസാന രാവ് വരെ പിന്നീട് അത് ബന്ധിക്കുകയില്ല. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുന്ന മാസം. ആദ്യ രാവിൽ നരക കവാടങ്ങൾ റമളാനിൽ കൊട്ടിയടച്ചാൽ പിന്നീട് അവസാന രാവ് വരെ റമളാനിൽ അത് തുറക്കപ്പെടുകയില്ല. മറ്റു ചില റിപ്പോർട്ടുകളിൽ പറഞ്ഞതുപോലെ വതുഗല്ലു ഫീഹി മറദത്തു ശയാതീൻ, പിശാചുക്കളിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ധിക്കരിക്കുന്ന കടുത്ത മാരിതകളായിട്ടുള്ള ശൈത്താന്മാർ അവരെ ബന്ധിക്കപ്പെടുന്ന, ചങ്ങലയിൽ ബന്ധനസ്ഥരാക്കപ്പെടുന്ന മാസം. വഫീഹി ലൈലത്തുൻ ഹിയ ഖൈറും മിൻ അൽഫി ഷഹർ, ആ മാസത്തിൽ ഒരു രാവുണ്ട്, ഒരൊറ്റ രാത്രി 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ, ഉത്കൃഷ്ടമായ ഒരൊറ്റ രാവുള്ള പരിശുദ്ധ റമളാൻ മാസം. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിം, ആ ഹദീസിന്റെ അവസാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്രയും അനുഗ്രഹങ്ങളുള്ള, ഇത്രയും നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന, നരക കവാടങ്ങൾ ബന്ധിക്കപ്പെടുന്ന മഹനീയമായ ഈ മാസം, അതിന്റെ നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത്, ഫഖദ് ഹുരിം, അവൻ പാടെ തടയപ്പെട്ടവനാണ്, അവന് സർവ്വ നന്മകളും തടയപ്പെട്ടവനാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇങ്ങനെ വിളിച്ചുണർത്താറുണ്ടായിരുന്നു എന്നാണ് റമളാൻ മാസം അടുത്തു കഴിഞ്ഞാൽ. സഹോദരങ്ങളെ, ഇതിലെ ഓരോ വാചകങ്ങളും പണ്ഡിതന്മാർ വിശദീകരിച്ചിരിക്കുന്നു. ഇതിലെ ഓരോ വാചകങ്ങളിലും അവർ നമ്മെ അറിയിക്കുന്ന പാഠങ്ങൾ കുറിച്ചു വെക്കുന്നു.
ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞത് അതാകും ഷഹ്റു റമളാൻ, നിങ്ങൾക്കിതാ റമളാൻ മാസം വരവായിരിക്കുന്നു എന്നാണ്. മറ്റൊരു മാസത്തെ പറ്റിയും അവിടുത്തെ ഹദീസുകളിൽ ഇങ്ങനെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അതുമാത്രം മതി റമളാൻ മാസത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് മനസ്സിലാക്കി തരാൻ. റമളാൻ മാസം ഇതാ വരവായിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധാലുക്കളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമളാനിൽ ജീവിക്കാൻ നിങ്ങൾക്ക് ആയുസ് ബാക്കി നൽകിയിരിക്കുന്നു. നിങ്ങൾ ആരോഗ്യത്തിലാണ്, നിങ്ങൾ ആഫിയത്തിലാണ്, നിങ്ങൾ ഇസ്ലാമിലാണ്, ഈമാനിലാണ്, നിങ്ങൾ മുസ്ലിമീങ്ങളായി തന്നെ നിങ്ങളുടെ ആയുസ് നീട്ടപ്പെട്ടവരായി ഇതാ ഒരു റമളാനിന് കൂടി അവസരം ലഭിച്ചവരായി റമളാൻ നിങ്ങളിലേക്ക് വന്നെത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ സജ്ജരാകണം, നിങ്ങൾ ഒരുങ്ങണം, നിങ്ങൾ തയ്യാറെടുക്കണം. ആ അനുഗ്രഹത്തിന്റെ വില നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ സന്തോഷിക്കണം, നിങ്ങൾ മാനസികമായും ശാരീരികമായും അതിനുവേണ്ടി പണിയെടുക്കണം, തയ്യാറെടുക്കണം. അതാണ് അതാകും ഷഹ്റു റമളാൻ എന്ന വാചകത്തിലെ രഹസ്യമെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അത് നമുക്കുള്ള സന്തോഷവാർത്ത അറിയിപ്പാണ്. അതുപോലെ തന്നെ റമളാനിന്റെ വരവിനെ നമ്മെ അറിയിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ മാനസികമായി അതിനെ മുന്നൊരുക്കം നടത്താനുള്ള പ്രേരണ നൽകുന്ന വാചകവുമാണ് എന്ന് പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തെ വാചകം ഷഹ്റുൻ മുബാറക്, ഇത് അനുഗ്രഹീതമായ മാസമാണ്, ബറക്കത്ത് നിറഞ്ഞ മാസം. അതേ റമളാനിലുള്ളതുപോലെ ഖൈറും ബറക്കത്തുമുള്ള മറ്റൊരു മാസവുമില്ല. അള്ളാഹുവിന്റെ കാരുണ്യം ആകാശത്ത് നിന്ന് വർഷിക്കുന്ന മാസം, നന്മകൾ അതിന് കണക്കില്ലാതെ ഇരട്ടി ഇരട്ടിയായി അള്ളാഹു പ്രതിഫലം നൽകുന്ന മാസം, പാപമോചനത്തിന്റെയും നരകമോചനത്തിന്റെയും കാരണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കണക്കില്ലാതെ തുറന്നുവച്ച മാസം. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരക കവാടങ്ങൾ അടക്കപ്പെടുകയും മനുഷ്യന്മാരെ വഴിപിഴപ്പിക്കുന്ന പിശാചുക്കളെ ബന്ധനസ്ഥരാക്കപ്പെടുകയും ചെയ്യുന്ന മഹത്തായ മാസം. ഇതുപോലൊരവസരം ജീവിതത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കാനില്ലാത്ത വിധം അനുഗ്രഹീതമായ മാസം. ചില പണ്ഡിതന്മാർ പറഞ്ഞു, റമളാനിലെ ഓരോ നിമിഷവും ഫീ കുല്ലി ലഹ്ളത്തിൻ, ഓരോ നിമിഷാർദ്ധങ്ങളും ബറക്കത്ത് നിറഞ്ഞതാണ്. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസ്, പ്രഭാതോദയം മുതൽ റമളാനിലെ ഓരോ ദിവസവും, പ്രഭാതമുദിച്ചതു മുതൽ അത്താഴത്തിന്റെ സമയം മുതൽ, അതേ നോമ്പ് ആരംഭിച്ചതു മുതൽ, ഒരു ദിവസത്തിന്റെ തുടക്കത്തിൽ നോമ്പ് ആരംഭിക്കുന്നത് മുതൽ ഇലാ ഗുറൂബി ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നിമിഷവും ബറക്കത്ത് നിറച്ചു വെച്ച മാസം. അതിലൊരു നിമിഷം, ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെട്ടാൽ അതിന്റെ വില അപാരമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാത്ത സർവ്വ നിമിഷങ്ങളും നിമിഷാർദ്ധങ്ങളും അനുഗ്രഹീതമായ മറ്റൊരു മാസം കൊല്ലത്തിലില്ല, വർഷത്തിലില്ല. ഷഹ്റുൻ മുബാറക്, അത്രമേൽ അനുഗ്രഹീതമായ മാസം. ഇതാണ് രണ്ടാമത്തെ വാചകം. മൂന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. സഹോദരങ്ങളെ, എന്താണ് സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുക എന്ന് പറഞ്ഞാൽ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശാലമായ കാരുണ്യത്തിന്റെ വിളംബരമാണ് ഈ വാചകത്തിലൂടെ അവൻ നമ്മെ അറിയിക്കുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ. എന്തിനാണ് അല്ലാഹു അവന്റെ സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നിട്ടിട്ടുള്ളത്? അതേ നന്മകൾ ചെയ്ത് അല്ലാഹുവിനനുസരിച്ച് അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ സമ്പാദിച്ച് അവന്റെ തൃപ്തി നേടി ആ തുറന്നിടപ്പെട്ട സ്വർഗ്ഗ കവാടങ്ങളിലൂടെ അല്ലാഹുവിലേക്ക് യാത്രയാകാൻ, അല്ലാഹുവിലേക്ക് അടുക്കാൻ, അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ അല്ലാഹു നമുക്ക് അവസരമൊരുക്കിയിരിക്കുന്നു. സ്വർഗ്ഗ കവാടങ്ങൾ തുറന്നിട്ടുകൊണ്ട് അതവൻ അടക്കുന്നില്ല റമളാനിൽ അവസാന രാവു വരെ. അതുകൊണ്ട് നന്മകൾ ആഗ്രഹിക്കുന്നവർക്ക് നന്മകളുടെ വാതായനങ്ങളിലേക്ക്, സ്വർഗ്ഗ കവാടങ്ങളിലേക്ക്, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു നടക്കാൻ, സഞ്ചരിക്കാൻ, ഓടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരമൊരുക്കിയിരിക്കുന്നു. തുഫത്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗ കവാടങ്ങൾ തുറക്കപ്പെടുന്ന മാസം. നാലാമത്തെ വാചകം തുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, നരക കവാടങ്ങൾ ബന്ധിക്കപ്പെടുന്ന മാസം. സ്വർഗ്ഗ കവാടങ്ങൾ അടച്ചതുപോലെ നരക കവാടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധിക്കുന്ന മാസമാണ് പരിശുദ്ധ റമളാൻ മാസം. എന്താണ് അതിന്റെ കാരണം? എന്താണ് അതിന്റെ രഹസ്യം? അതേ, നന്മകൾ ചെയ്യുന്നതിന് പകരം തിന്മകൾ പ്രവർത്തിക്കുകയും നരകമേറ്റുവാങ്ങുകയും ചെയ്യാതിരിക്കാൻ, തിന്മകളിൽ നിന്ന് അടങ്ങി നിൽക്കാൻ, തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ, ചെയ്ത തിന്മകളിൽ നിന്ന് അല്ലാഹുവിനോട് തൗബയും ഇസ്തിഗ്ഫാറും തേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പാപസുരക്ഷിതരായി മടങ്ങാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതാ അല്ലാഹു നരക കവാടങ്ങൾ അടച്ചിട്ടുകൊണ്ട് നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
തിന്മകൾക്കുള്ള പ്രേരണകളെല്ലാം അതിനെ ലോലമാക്കിയിരിക്കുന്നു, അതിനെ ലഘൂകരിച്ചിരിക്കുന്നു. റമദാൻ മാസത്തിൽ ആളുകൾ നന്മകൾ അധികരിപ്പിക്കുന്നു, തിന്മകളിൽ നിന്ന് മറ്റു മാസങ്ങളിൽ ഇല്ലാത്ത വിധം അവർ അകന്നു നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ കവാടങ്ങൾ തുറന്നിടുകയും നരക കവാടങ്ങൾ ബന്ധിക്കുകയും ചെയ്തതിന്റെ രഹസ്യം ഇതാണ്. അഞ്ചാമത്തെ വാചകം, തുസഫദു ഫീഹി ശയാതീൻ. ശൈത്താൻമാർ, പിശാചുക്കൾ മനുഷ്യരെ ദുർബോധനം നൽകി നരകത്തിലേക്ക് ആനയിക്കുന്ന ശൈത്താൻമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ചങ്ങലകളിൽ ബന്ധിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ മറ്റു മാസങ്ങളിൽ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ പിശാചുക്കൾക്ക്, ശൈത്താൻമാർക്ക് സാധിക്കുന്നത് പോലെ റമദാൻ മാസത്തിൽ അവർക്ക് സാധിക്കുകയില്ല. അവർ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, അവർ ബന്ധനസ്ഥരാക്കപ്പെട്ടിരിക്കുന്നു. അത് റമദാനിൽ നമ്മൾ അനുഭവിക്കുന്ന കാഴ്ചയാണ്. മറ്റു മാസങ്ങളിൽ നടമാടുന്നത് പോലെ തിന്മകൾ റമദാനിൽ നടക്കുന്നില്ല. നന്മകളിൽ ആളുകൾ മുന്നേറുന്നു. 11 മാസക്കാലവും റമദാനല്ലാത്ത മറ്റു 11 മാസക്കാലവും ഹറാമുകളിൽ മുങ്ങിക്കുളിച്ചവർ ഒരുപക്ഷേ റമദാൻ എന്നൊരൊറ്റ മാസം കൊണ്ട് അവരുടെ ജീവിതത്തിൽ അതുവരെ സംഭവിച്ച തിന്മകളിൽ നിന്നെല്ലാം മോചനം നേടി അവർ നന്മയിലേക്ക് തിരിഞ്ഞു നടക്കുന്ന കാഴ്ച പിശാചുക്കൾ ബന്ധനസ്ഥരായതുകൊണ്ടാണ്. അവർക്കൊരു നിലക്കും മനുഷ്യരെ സ്വാധീനിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതല്ല അർത്ഥം. സ്വതന്ത്രനായ, ബന്ധിക്കപ്പെടാത്ത ഒരാൾക്ക് ചെയ്യാവുന്നതും ബന്ധിക്കപ്പെട്ട ഒരാൾക്ക് ചെയ്യാവുന്നതും തമ്മിൽ പരിമിതിയുണ്ടല്ലോ. അതുപോലെ സ്വതന്ത്രമായി വിഹരിക്കുന്ന പിശാചുക്കൾ മറ്റു മാസങ്ങളിൽ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്നത് പോലെ അള്ളാഹു ബന്ധിച്ച ഈ മാസത്തിൽ അവർക്ക് മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ സാധിക്കില്ല. മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവരുടെ ദുർബോധനങ്ങൾക്കും അവർ മനുഷ്യരെ വഴിപിഴപ്പിക്കുന്ന വസ്വാസുകൾക്കും പരിധിയുണ്ടാകും, പരിമിതിയുണ്ടാകും, കുറവുണ്ടാകും, ലഘൂകരണമുണ്ടാകും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് മനുഷ്യർക്ക് പൈശാചിക ദുർബോധനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ, അവരെ ദേഹേച്ഛകളെ മലർത്തിയടിക്കാൻ, അവരെ ശരീരം ആഗ്രഹിക്കുന്ന ഇച്ഛകളെ അതിജയിക്കാൻ, സ്വന്തം നഫ്സിന്റെ തോന്നിവാസങ്ങൾക്ക് കടിഞ്ഞാണിടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബോധന നടത്തുന്ന പിശാചുക്കളെ ബന്ധനസ്ഥരാക്കിയിരിക്കുന്നു. ഇതാണ് 6ാമത്തെ വാചകം. 7ാമത്തെ വാചകം, ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ. ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഒരൊറ്റ രാത്രി. നമുക്കറിയാം ഏതാണ് ആ രാവ്. ലൈലത്തുൽ ഖദർ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരൊറ്റ രാത്രി. ഖൈറുൻ മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമായ ഒരൊറ്റ രാത്രി. 1000 മാസങ്ങൾ എന്ന് പറഞ്ഞാൽ 83-ലേറെ വർഷങ്ങൾ ഒരു പുരുഷായുസ് കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുന്നതിനേക്കാൾ അപ്പുറത്തെ നന്മകൾ ഒരൊറ്റ രാവ് കൊണ്ട് സ്വായത്തമാക്കാൻ സാധിക്കുന്ന മഹനീയമായ ഒരു രാത്രി ഉൾക്കൊള്ളുന്ന മഹത്തായ മാസം. അത് റമദാനിലല്ലാതെ മറ്റൊരു മാസത്തിലുമില്ല. ഇതാണ് പരിശുദ്ധ റമദാൻ മാസം വരവായിരിക്കുന്നു എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഉണർത്തിയിരുന്ന പ്രസിദ്ധമായിരുന്ന വാചകങ്ങൾ. സഹോദരങ്ങളെ, നമ്മൾ എണ്ണിപ്പറഞ്ഞ 6-7 കാര്യങ്ങൾ ഇതുമാത്രം മനസ്സിലാഴത്തിൽ കുറിച്ചു വെക്കുന്ന ഒരു മുസ്ലിമിന് അതുമാത്രം മതി. അതുമാത്രം അവന്റെ ഹൃദയത്തെ സ്വാധീനിച്ചാൽ റമദാനിന് വേണ്ടി മുന്നൊരുക്കം നടത്താൻ ആ വാചകങ്ങൾ മാത്രം മതിയാകുന്നതാണ്. മറ്റു ചില ഹദീസുകളിൽ കാണുന്നത് പോലെ റമദാനിലെ ഓരോ രാവിലും ആകാശത്ത് നിന്ന് വിളിയാളമുണ്ടാകും. വയുനാദി മുനാദിൻ യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ. നന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരൂ. വയാ ബാഗിയൽ ശർ അഖ്സിർ. തിന്മയാഗ്രഹിക്കുന്നവരെ നിങ്ങൾ അടങ്ങൂ, തിന്മകളിൽ നിന്ന് നിങ്ങൾ വിടവാങ്ങൂ. അതേ, റമദാൻ നന്മയാഗ്രഹിക്കുന്നവർക്ക് നന്മയിലേക്ക് മുന്നേറാനുള്ള മാസമാണ്. തിന്മയിൽ നിന്ന് വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തിന്മയോട് കാലാകാലം മരണം വരെ വിടവാങ്ങാനുള്ള അവസരമാണ്. ഒരുപക്ഷെ അവസാനത്തെ അവസരം, മറ്റാർക്കും ലഭിക്കാത്ത അവസരം. സഹോദരങ്ങളെ, നമ്മൾ സൂചിപ്പിച്ചുവല്ലോ, റമദാനിത നമ്മൾ ആയുസ്സിലും ആരോഗ്യത്തിലും ഇസ്ലാമിലും ബാക്കിയായിരിക്കെ നമ്മിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുള്ള പലരും ഇന്നില്ല. കഴിഞ്ഞ മാസത്തിൽ, ഒരാഴ്ച മുമ്പ്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ നമ്മോടൊപ്പമുള്ളവർ, ഇതുപോലെ റമദാനിനെ പ്രതീക്ഷിച്ചിരുന്നവർ, അവർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അവർ നന്മയാഗ്രഹിച്ചിരുന്നു, തിന്മകളിൽ നിന്ന് തൗബ ചെയ്യാൻ റമദാനിനെ കാത്തിരുന്നിരുന്നു. പക്ഷെ അവർക്ക് അവസരം നിഷേധിക്കപ്പെട്ടു. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്മയാഗ്രഹിക്കുന്നവരെ മടിച്ചു നിൽക്കാതെ അടുത്തു വരൂ. റമദാനിന് വേണ്ടി ഒരുങ്ങിയിരിക്കൂ. തിന്മയാഗ്രഹിക്കുന്നവരെ തിന്മകൾക്ക് കൂച്ചുവിലങ്ങടൂ. തിന്മകളിൽ നിന്ന് കാലാകാലം അകലം പാലിക്കാൻ നിങ്ങൾ അടങ്ങി നിൽക്കൂ. തൗബയിലേക്കും ഇസ്തിഗ്ഫാറിലേക്കും വരൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക കുല്ലു ലൈലത്തിൻ. റമദാനിലെ ഓരോ രാവിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന അസംഖ്യം അവന്റെ അടിമകൾ ഉണ്ടായിരിക്കും.
അതേ അത്തരക്കാരിൽ ഉൾപ്പെടാനാണ് റമദാനിൽ നമ്മൾ പണിയെടുക്കേണ്ടത്. അള്ളാഹു അവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റമദാനിലെ നരകമോചനക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്താൻ വേണ്ടി റമദാനിൽ നമ്മൾ കാത്തിരിക്കുക, അധ്വാനിക്കുക. പണ്ഡിതന്മാരിൽ ചിലർ ഹദീസിന്റെ ഈ വാചകത്തെ വിശദീകരിക്കവെ പറഞ്ഞു, എല്ലാ മനുഷ്യരും നന്മ ആഗ്രഹിക്കുന്നവരാണ്. കുല്ലുന്നാസി യുരീദൂനൽ ഖൈർ ലാകിന്ന അശ്ശഅൻ ലാ യഖ്തസിറു അലൽ ഇറാദ. എന്നാൽ ആഗ്രഹങ്ങളിലും മോഹങ്ങളിലും മാത്രം പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുക എന്നതിലല്ല കാര്യം. എല്ലാവരും നന്മ ആഗ്രഹിക്കുന്നവരാണ്. ആർക്കാണ് നന്നാകാൻ ആഗ്രഹമില്ലാത്തവർ? മുസ്ലിമുകളിൽ ആർക്കാണ് തിന്മകളിൽ നിന്ന് വിടവാങ്ങാൻ ആഗ്രഹമില്ലാത്തത്? എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ കേവലം ആഗ്രഹം കൊണ്ട് നീ ജീവിക്കലല്ല കാര്യം. മറിച്ച് ലാ ബുദ്ദ മിനൽ അമൽ, പണിയെടുക്കണം. നിന്റെ ആഗ്രഹങ്ങൾക്കും മോഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കുമൊപ്പം നീ അധ്വാനിക്കണം. ഫഇദാ അറദ്തൽ ഖൈറ ഫഅമിൽ, അതുകൊണ്ട് നീ നന്മ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതാ ആ നന്മ ആഗ്രഹിക്കുന്ന നന്മ നേടിയെടുക്കാൻ, അത് സാക്ഷാത്കരിക്കാനുള്ള അവസരമാണ് റമദാൻ. ഫഅമിൽ, നീ പണിയെടുക്കുക. അതാണ് യാ ബാഗിയൽ ഖൈർ അഖ്ബിൽ, നന്മ ആഗ്രഹിക്കുന്നവരെ നിങ്ങൾ മുന്നിട്ട് വരൂ എന്ന വിളിയാളത്തിന്റെ ഉദ്ദേശം. അല്ലാഹു പറഞ്ഞില്ലേ, മൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മശ്കൂറ. ആരാണോ ആഖിറത്തെ ലക്ഷ്യമാക്കുന്നത്, പരലോകം ലക്ഷ്യമാക്കുന്നത്, പരലോകത്തെ നന്മകൾ, സ്വർഗം മോഹിക്കുന്നത്, ആഗ്രഹമുള്ളവരാരാണോ, ആഗ്രഹം മാത്രം പോരാ, അതിനനുസരിച്ച് പരിശ്രമം നടത്തുന്നവർ, അധ്വാനിക്കുന്നവർ, വഹുവ മുഅ്മിൻ, അവൻ അല്ലാഹുവിലും ഖിയാമത്ത് നാളിലും പരലോകത്തിലും സ്വർഗനരങ്ങളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലും അവിടുത്തെ റിസാലത്തിലും ഈമാനുള്ളവനാണ്. അങ്ങനെ മുഅ്മിനായ നിലയിൽ നന്മ ആഗ്രഹിക്കുകയും അധ്വാനിക്കുകയും പണിയെടുക്കുകയും ചെയ്യുന്നവരാരാണോ, ഫഉലൈക കാന സഅയുഹും മശ്ഹൂറ, അവരുടെ പ്രവർത്തനങ്ങൾ സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ്, അഭിനന്ദനമർഹിക്കുന്നതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നന്മ ആഗ്രഹിക്കുന്നവർക്ക് പണിയെടുക്കാനുള്ള വേദിയാണ്. തിന്മയിൽ നിന്ന് വിടവാങ്ങാനുള്ള ഒരുപക്ഷേ ആയുസ്സിലെ അവസാനത്തെ അവസരമാണ്, അവസാനത്തെ കച്ചിത്തുരുമ്പായിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിനെ നമ്മൾ വരവേൽക്കേണ്ടത് പ്രധാനമായും ഞാൻ ചില കാര്യങ്ങൾ എണ്ണി പറയാം, 4-5 കാര്യങ്ങൾ. ഇത് നമ്മൾ ഗൗരവത്തിൽ, ആത്മാർത്ഥമായി, സത്യസന്ധമായി ശ്രദ്ധിച്ചു വേണം റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കാൻ. ഒന്നാമതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ സഹോദരങ്ങളെ, പരിശുദ്ധ റമദാനിന്റെ വരവ് നമ്മുടെ മനസ്സിൽ സന്തോഷമാണ് ഉണ്ടാക്കേണ്ടത്. ഒരിക്കലും റമദാൻ പ്രയാസത്തോടെ, അതല്ലെങ്കിൽ അല്പം വെറുപ്പോടെ, മടുപ്പോടുകൂടി റമദാനിനെ സ്വീകരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകരുത്. എങ്കിൽ റമദാൻ മുഴുവനും ബാത്തിലാകാൻ, പാഴാകാൻ അത് കാരണമായി തീരും. റമദാനിനെ സന്തോഷത്തോടെ മനം നിറഞ്ഞ് സ്വീകരിക്കാൻ, ആനയിക്കാൻ, ആതിഥേയത്വം അരുളാൻ നമ്മൾ തയ്യാറാകണം. മഹാനായ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതുപോലെ, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമദാൻ. അല്ലാഹു സത്യം, ഖബറാളികളോട്, മരണപ്പെട്ടവരോട് എന്തെങ്കിലും ആഗ്രഹിക്കാൻ പറയപ്പെടുകയായിരുന്നുവെങ്കിൽ അവർ ആഗ്രഹിക്കുമായിരുന്നു യൗമൻ മിൻ റമദാൻ, റമദാനിൽ ഒരു ദിവസം, റമദാനിൽ ഒരു ദിവസമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ദുനിയാവിലേക്ക് തിരിച്ചു പോകുകയും ഒരു റമദാനിൽ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കൂടി കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ഖബറാളികളോട് ആഗ്രഹിക്കാൻ പറഞ്ഞാൽ അവർ ആഗ്രഹിക്കുമെന്നാണ്. അതുകൊണ്ട് റമദാനിലെ നിമിഷങ്ങളുടെ വില, റമദാനിലെ രാപ്പകലുകളുടെ വില ഒരുപക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടെന്ന് വരില്ല. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നഷ്ടത്തിലാകാതിരിക്കാൻ, നഷ്ടബോധത്തിൽ പരിതപിക്കാതിരിക്കാൻ, സഹോദരങ്ങളെ, നഷ്ടസ്വത്താണ് റമദാൻ എന്ന വീണ്ടും വിചാരത്തോടുകൂടി സന്തോഷത്തോടെ റമദാനിനെ വരവേൽക്കാൻ നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് റമദാനിന്റെ വരവിൽ സന്തോഷിക്കണം എന്നതാണ് ഒന്നാമതായി പറയാനുള്ളത്. കുട്ടികൾ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയോടടുത്തവർ, പ്രായപൂർത്തിയായവർ, ഈ വർഷം പ്രായപൂർത്തിയായവർ, അങ്ങനെ പല നിലവാരത്തിലുമുള്ള മക്കളുണ്ടാകും. റമദാനിൽ നോമ്പ് നിർബന്ധമാകുന്ന ആരുമാകട്ടെ, അതല്ല നോമ്പ് നിർബന്ധമല്ലാത്ത, നോമ്പെടുത്ത് ശീലിച്ചിട്ടുള്ള വിവേകമെത്തിയ മക്കളാകട്ടെ, ഇഷ്ടത്തോടുകൂടി നോമ്പെടുക്കണം. പട്ടിണി കിടക്കണമല്ലോ, ചൂടാണല്ലോ, ദാഹം സഹിക്കണമല്ലോ. മറ്റു മാസങ്ങളിലേതുപോലെ റമദാനിൽ നിയന്ത്രണമില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ എന്ന മടുപ്പോ വെറുപ്പോ നീരസമോ നമ്മുടെ മനസ്സിലുണ്ടാകരുത്. റമദാൻ സന്തോഷത്തോടു കൂടി സ്വീകരിക്കണം. രണ്ടാമതായി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നല്ല നിയ്യത്ത് ഇപ്പോൾ തന്നെ മനസ്സിൽ കൊരുത്തു വെക്കണം. ദൃഢനിശ്ചയം, റമദാനിൽ ഞാൻ ഇന്ന കാര്യങ്ങളെല്ലാം ചെയ്യും, ഇത്ര ഓതും, ഇത്ര സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കും,
ഒരു ജമാഅത്തും ഫർളായ നിസ്കാരത്തിൽ ഒരു ജമാഅത്തും ഞാൻ പാഴാക്കുകയില്ല. ഇങ്ങനെ കൃത്യമായ പ്ലാനിംഗ്, പദ്ധതികൾ, റമദാനിലെ ഓരോ ദിവസവുമുള്ള ഡെയിലി റൊട്ടീൻ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുക്കണം. അത് കുറിച്ചു വെക്കണം. സാധിക്കുമെങ്കിൽ മനസ്സിൽ അതിലേക്ക് എത്താനുള്ള അതിയായ അഭിവാഞ്ഞയും ആഗ്രഹവും ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തി വെക്കണം. സഹോദരങ്ങൾ, എന്തിനാണ് ഇത് പറയുന്നതെന്നോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻഗാമികളിൽ ചിലർ പറഞ്ഞു. മഹാനായ ഇമാം സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ മകനായ അബ്ദുള്ള അദ്ദേഹത്തെ ഉപദേശിക്കുകയുണ്ടായി. യാ ബനി, മോനെ, ഇൻ ബിൽ ഖൈർ, യാ ബുനയ്യ ഇൻ ബിൽ ഖൈർ ഫഇന്നക ലാ തസാലു ബിഖൈരിൻ മാ നവൈതൽ ഖൈർ. നീ നന്മ ആഗ്രഹിക്കുക, എപ്പോഴും നന്മക്ക് വേണ്ടിയുള്ള നിയ്യത്തുകൾ നീ ഹൃദയത്തിൽ കൊരുത്തി വെക്കുക. ഹൃദയത്തിൽ നീ നന്മകൾ ആഗ്രഹിക്കുന്നിടത്തോളം നിനക്കത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നിനക്കത് നന്മയായി രേഖപ്പെടുത്തുമെന്നാണ്. ആ നന്മകൾ, ആഗ്രഹിച്ച നന്മകൾ ചെയ്യാൻ നമുക്ക് സാധിക്കാതെ പോയാലും അത് നന്മയായി തന്നെ അവശേഷിക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇതിന് തെളിവാണ്. അവിടുന്ന് പറഞ്ഞു, ഒരടിമ അവൻ രോഗിയായി, അതല്ലെങ്കിൽ യാത്രക്കാരനായി, അവൻ നാട്ടിലുണ്ടായിരിക്കെ, ആരോഗ്യാവസ്ഥയിലായിരിക്കെ ചെയ്തിരുന്ന നന്മകളെല്ലാം അത് ചെയ്യാൻ സാധിക്കാത്ത കാലഘട്ടത്തിൽ അവന് രേഖപ്പെടുത്തുമെന്നാണ്. അവൻ സ്ഥിരമായി നാട്ടിലുണ്ടായിരിക്കെ, ആരോഗ്യവാനായിരിക്കെ ചെയ്തിരുന്ന നന്മകളെല്ലാം അതിന് തടസ്സം നേരിട്ടാൽ അതുപോലെ അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. നല്ല ഉദ്ദേശശുദ്ധി മാത്രമാണ് അതിനുള്ള സമ്പാദ്യം. സഹോദരങ്ങളെ, മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹമ്മ ബിഹസനത്തിൻ ഫലം യഅമൽഹാ കുതിബത് ലഹു ഹസന. ആരാണ് ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിച്ചത്, പക്ഷെ അവനത് ചെയ്യാൻ സാധിച്ചില്ല, സന്ദർഭവശാൽ രോഗമുണ്ടാകാം, മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ റമദാനിൽ ഇന്നതെല്ലാം ചെയ്യാമെന്ന് ആഗ്രഹിച്ച ഒരു മനുഷ്യൻ റമദാനിന് തൊട്ടു മുമ്പ് മരണപ്പെട്ടേക്കാം. റമദാനിൽ അയാൾ ബാക്കിയായിട്ടില്ലെങ്കിലും ആ ഉദ്ദേശം കൊണ്ട് റമദാൻ അവന് ചിലപ്പോൾ രേഖപ്പെടുത്തപ്പെടും. അള്ളാഹു നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മ ആഗ്രഹിക്കുക, അത് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു നന്മയുടെ പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തും. ഇനി അത് ചെയ്യാൻ സാധിച്ചാലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നന്മക്ക് 10 നന്മ മുതൽ 700 ഇരട്ടി നന്മ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. ചെയ്യാൻ സാധിച്ചാൽ. ആഗ്രഹമുണ്ട്, ആഗ്രഹം ജനിച്ചു, എന്നാൽ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തത്തുല്യമായ ഒരു നന്മ എന്തായാലും അള്ളാഹു രേഖപ്പെടുത്തുമെന്നാണ്. അതുകൊണ്ട് റമളാനിനെ നല്ല നിയത്തോടെ, ദൃഢനിശ്ചയത്തോടെ, സന്തോഷത്തോടെ നാം വരവേൽക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, റമളാനിന് നമ്മൾ ഒരുങ്ങേണ്ടുന്ന മൂന്നാമത്തെ രൂപം, 2 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. മനസ്സിൽ സന്തോഷത്തോടെ, നല്ല നിയ്യത്തോടെ, ദൃഢനിശ്ചയത്തോടുകൂടി റമളാനിനെ നമ്മൾ വരവേൽക്കുക. രണ്ടാമതായി സഹോദരങ്ങളെ, ഹൃദയത്തെ മാനസികമായി റമളാനിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ്. നല്ല നിയ്യത്തുണ്ടെങ്കിൽ തന്നെ ഒരു പരിധിവരെ നമ്മൾ മാനസികമായി റമളാനിന് വേണ്ടി ഒരുങ്ങും. അതിനുമപ്പുറത്ത് റമളാനിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമ്മുടെ അമലുകൾ, നോമ്പും നിസ്കാരവും സദഖയും ഖുർആൻ പാരായണവും, ഇതെല്ലാം നമ്മൾ ശാരീരികമായി ചെയ്യുന്ന ഇബാദത്തുകളാണ്. പക്ഷെ അത് കേവലം ശാരീരിക പ്രവർത്തനങ്ങളായി ഒതുക്കിയാൽ, ഹൃദയത്തെ സ്വാധീനിക്കാത്ത, ഹൃദയത്തെ തൊടാത്ത യാന്ത്രികമായ പ്രവർത്തനങ്ങളായി പരിണമിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, അധ്വാനങ്ങൾ കൊണ്ട് യാതൊരു ഫലവുമില്ല. പണ്ഡിതന്മാർ ചിലർ പറഞ്ഞതായി കാണാം, നിസ്കാരവും നോമ്പും സകാത്തും ഹജ്ജും തുടങ്ങുന്ന ഇബാദത്തുകൾ അത് അല്ലാഹു നമ്മുടെ ശരീരത്തിനുമേൽ നിർബന്ധമാക്കിയതാണെങ്കിലും, നമ്മൾ ശാരീരികമായി ചെയ്യേണ്ടുന്ന കർമ്മങ്ങളാണെങ്കിലും, നിന്റെ ശരീരം അത് പ്രവർത്തിക്കുന്നതിന് മുമ്പ് നിന്റെ ഹൃദയത്തിനാണ് അത് നിർബന്ധമാകുന്നത്. നിന്റെ കൽബനെയാണ് അത് സ്വാധീനിക്കേണ്ടത്. ഇതാ റമളാൻ എത്തിയിരിക്കുന്നു, വരവായിരിക്കുന്നു, അല്ലാഹു എനിക്ക് ഈ മാസം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, എന്റെ പാപമോചനത്തിന്, എന്റെ സ്വർഗപ്രവേശത്തിന്, എന്റെ നന്മകൾ അധികരിക്കാൻ, എനിക്ക് അല്ലാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ എനിക്കിത് പ്രവർത്തിച്ചേ മതിയാകൂ. എന്റെ ജീവിതം നന്നാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവന്റെ കാരുണ്യം എനിക്ക് അനുകൂലമാകാൻ ഞാനിത് പ്രവർത്തിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവ് ഹൃദയത്തിൽ ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനയാണിത്. ഞാൻ പ്രതിഫലേച്ഛയോടുകൂടി ഈമാനോടുകൂടി പ്രവർത്തിക്കുകയാണ് വേണ്ടത് എന്ന ഉറച്ച ബോധ്യം ഹൃദയത്തെ സ്വാധീനിച്ചാലേ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹൃദയത്തെ അതിനുവേണ്ടി ഒരുക്കണം. അതോടൊപ്പം പണ്ഡിതന്മാർ പറഞ്ഞു, ഹൃദയത്തെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് അത്തൗബത്തു വകസ്റത്തുൽ ഇസ്തിഗ്ഫാർ. തൗബയും ഇസ്തിഗ്ഫാറും അധികരിപ്പിച്ചുകൊണ്ട് റമളാനിനെ വരവേൽക്കണം. റമളാനിന്റെ അവസാനത്തിൽ തൗബ ചെയ്യാറുണ്ട്, ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാറുണ്ട്, ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ റമളാൻ തുടങ്ങേണ്ടത് തന്നെ തൗബ കൊണ്ടും ഇസ്തിഗ്ഫാർ കൊണ്ടുമാണ്. ഇത് പലർക്കും മനസ്സിലാകാറില്ല. എന്തുകൊണ്ടാണത്? കഴിഞ്ഞ റമളാൻ, അതിനുശേഷം ഈ മാസം വരെ, ശഅബാൻ വരെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പിഴവുകൾ, കുറവുകൾ, തെറ്റുകൾ, ഹറാമുകൾ സംഭവിച്ചിട്ടുണ്ടാകും. ഇതിൽ നിന്നെല്ലാം, ആ പാപക്കറകളിൽ നിന്നെല്ലാം നമ്മെ കഴുകി ശുദ്ധിയാക്കി തൗബയോടെ ഇസ്തിഗ്ഫാറോടെ ഹൃദയ ശുദ്ധീകരണം നടത്തി വേണം നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കാൻ. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതുപോലെ വത്തഖ്ലിയതു ഖബ്ല തഹ്ലിയ, നമ്മൾ റമളാനിൽ നന്മകൾ ഭംഗിയായി നമ്മുടെ കർമ്മങ്ങളായി എടുത്തണിയുന്നതിന് മുമ്പ്, റമളാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചില സംസ്കരണ പ്രവർത്തനങ്ങൾ, ശുദ്ധീകരണങ്ങൾ നടത്തണം. ഒരു ഉദാഹരണം ലളിതമായി ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. റമളാനിൽ നമ്മുടെ നാട്ടിൽ ദീനിൽ പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നും കാണാത്ത ഒരു സമ്പ്രദായം ഉണ്ടല്ലോ. റമളാനിന് മുമ്പ് ശഅബാനിൽ തുടങ്ങും, ബറാഅത്ത് രാവൊക്കെ ആയിട്ടനുബന്ധിച്ച്. എന്താ അതിന് പറയാം? നനച്ചുകൊളി. ഈ നനച്ചുകൊളി എന്തിനാണ്? ആ കൊല്ലം ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ വീട് ശുദ്ധീകരിക്കുന്നു, ഫർണിച്ചർ മാറ്റുന്നു, മറ്റു കാര്യങ്ങൾ പുതുക്കുന്നു. ബാഹ്യമായി നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അലങ്കരിക്കുന്ന, പ്രത്യേകിച്ച് വീട് ശുദ്ധീകരണ പ്രക്രിയയാണ്. ഈ ശുദ്ധീകരണ പ്രക്രിയ, ഈ നനച്ചുകുളി ആദ്യം നമ്മുടെ കൽബിൽ അതിൽ നിന്ന് പാപങ്ങൾ കഴുകിയെറിഞ്ഞ്, അല്ലെങ്കിൽ പാപക്കറകളിൽ നിന്ന് ശുദ്ധിയായി തിന്മകളിൽ നിന്ന് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ട് തുടങ്ങണം. നനച്ചുകുളി തുടങ്ങേണ്ടത് നമ്മുടെ കൽബിൽ നിന്നും നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നുമാണ്. അതുകൊണ്ട് റമളാനിന് മുമ്പ് തൗബയും ഇസ്തിഗ്ഫാറും ചെയ്ത് പാപങ്ങളിൽ നിന്ന് ശുദ്ധി വരുത്തി നമ്മൾ നന്മകളിലേക്ക് മുന്നേറണം. എങ്കിലേ നന്മകൾ കൊണ്ട് അള്ളാഹു നിശ്ചയിച്ച പ്രതിഫലം നമുക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമതായി സഹോദരങ്ങളെ, ഹൃദയത്തെ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് റമളാനിന് മുന്നോടിയായി ആരോടെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഇടഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ, ശണ്ട കൂടിയിട്ടുണ്ടെങ്കിൽ, തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, മിണ്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ, വിട്ടുവീഴ്ച ചെയ്യാൻ ഇപ്പോഴും നമ്മൾ മടിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തി റമളാനിലേക്ക് പ്രവേശിക്കണം. കാരണം റമളാൻ വിട്ടുവീഴ്ചയുടെയും സഹനത്തിന്റെയും പാപമോചനത്തിന്റെയും മാസമാണ്. നിന്നോട് മോശമായി പെരുമാറിയവർ തന്നെയാകട്ടെ, അതല്ലെങ്കിൽ നീ അങ്ങോട്ട് മോശമായി പെരുമാറിയവരാകട്ടെ, ആരുമാകട്ടെ, ആർക്കും വിട്ടുവീഴ്ച കൊടുക്കാതെ നീ റമളാനിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആരുടെ വിട്ടുവീഴ്ചയാണ് നീ പ്രതീക്ഷിക്കുന്നത്? അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് നീ ക്ഷമ കാണിക്കാതെ, അവരോട് സഹനം കാണിക്കാതെ, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാതെ ഏത് റബ്ബിന്റെ വിട്ടുവീഴ്ചയാണ് നീ ആഗ്രഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൽയഅഫു വൽയസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യൂ, നിങ്ങൾ മാപ്പ് ചെയ്യൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പുറത്തു നൽകുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? വിട്ടുവീഴ്ച ചെയ്യാത്തവർക്ക്, മാപ്പ് നൽകാത്തവർക്ക് അല്ലാഹു മാപ്പ് നൽകുകയില്ല. സ്വന്തം മാതാപിതാക്കളോട് മിണ്ടാത്തവർ, സ്വന്തം മക്കളോട് മിണ്ടാത്തവർ, ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുന്നവർ, വേണ്ടപ്പെട്ടവരോട്, ഉറ്റവരോട്, സഹോദരങ്ങളോട്, ഉടയവരോട്, ആദർശ സുഹൃത്തുക്കളോട് നിസാര കാര്യങ്ങൾക്കുമേൽ ബന്ധവിച്ഛേദനം നടത്തിയവർ, സലാം പറയാത്തവർ, പുഞ്ചിരിക്കാൻ മടിക്കുന്നവർ, സഹോദരങ്ങളെ, ഇതെല്ലാം തിരുത്തി വേണം റമളാനിലേക്ക്, വിട്ടുവീഴ്ചയുടെയും പാപമോചനത്തിന്റെയും മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ. ഹൃദയ ശുദ്ധീകരണം നടത്തുന്നതിന്റെ മറ്റൊരു രൂപം ഇതാണ്. മൂന്നാമതായി ഞാൻ സൂചിപ്പിക്കട്ടെ, അദ്ദുആ. റമളാനിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. മുൻഗാമികൾ റമളാനിന് ശേഷമുള്ള അടുത്ത മാസം 6 മാസക്കാലം അവർ റമളാനിലെ കർമ്മങ്ങൾ സ്വീകരിക്കാൻ ദുആ ചെയ്യുകയും, പിന്നെയുള്ള റമളാനിന് മുമ്പുള്ള 6 മാസക്കാലം റമളാനിലെ ഞങ്ങളിലേക്ക് എത്തിക്കാൻ ദുആ ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ നിനക്ക് സാധിക്കണമെങ്കിൽ, റമളാനിൽ നീ ഉദ്ദേശിക്കുന്നത് പോലെ നോമ്പെടുക്കാനും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും നിനക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമില്ലാതെ നിനക്ക് സാധിക്കുകയില്ല. ഇത് നിന്നെ ഓർമ്മപ്പെടുത്തുന്ന ആയത്താണ് പരിശുദ്ധ ഖുർആനിലെ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ ആകത്തുകയാണെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയുടെ രഹസ്യമാണ് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. അല്ലാഹു നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. എങ്ങനെ?
ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടിക്കൊണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ സഹായമില്ലാതെ സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ സഹായം ലഭിക്കണമെങ്കിൽ അവനോട് അത് മനം തുറന്ന് ചോദിക്കാതെ സാധിക്കുകയില്ല. അതുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹുമ്മ സല്ലിംനാ ഇലാ റമളാൻ. മുൻഗാമികൾ ചിലർ ദുആ ചെയ്തിരുന്നു, അള്ളാഹുവേ ഞങ്ങളിലേക്ക് റമളാൻ നീ സുരക്ഷിതമായി എത്തിക്കണമേ. വസല്ലിം ഇലൈനാ റമളാൻ, റമളാനിലേക്ക് ഞങ്ങളെയും റമളാനിലെ ഞങ്ങളിലേക്കും നീ സുരക്ഷിതമായി എത്തിക്കണമേ എന്നവർ ദുആ ചെയ്തിരുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. റമളാൻ ആഫിയത്തോടെ ആരോഗ്യത്തോടെ റമളാനിൽ ഉദ്ദേശിക്കുന്ന ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹുവിനോട് തേടിക്കൊണ്ടേയിരിക്കുക. നാലാമതായി സൂചിപ്പിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വീടുകൾ ശുദ്ധീകരിക്കുകയും അലങ്കരിക്കുകയും പൊടി പിടിച്ച സാധനങ്ങൾ പൊടി തട്ടിയെടുക്കുകയും പഴകിയ സാധനങ്ങൾക്ക് പുതുക്കം നൽകുകയും പുതിയ സാധനങ്ങൾ മാറ്റി സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായം റമളാനിന് മുന്നോടിയായി നമ്മുടെ നാട്ടിലും കാണാം. പക്ഷേ വീടുകളിൽ നിന്ന് എന്നോ വലിച്ചെറിയേണ്ടുന്ന, എന്നോ തോട്ടിൽ നിക്ഷേപിക്കേണ്ടുന്ന, കാലാകാലം റമളാനിലെന്നല്ല ആയുസ്സിലുടനീളം വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ടുന്ന പല സംഗതികളും ഇന്നും നമ്മുടെ വീടുകളിലുണ്ട്. വീടിൽ മിനി സ്ക്രീൻ ഒരുക്കിയവരുണ്ട്, ഹോം തിയേറ്റർ ഒരുക്കിയവരുണ്ട്. വീടിൽ സംഗീതത്തിന്റെയും സിനിമയുടെയും അകമ്പടിയില്ലാത്ത ഒരു രാവും അസ്തമിക്കാത്ത ദിനരാത്രങ്ങൾ കഴിഞ്ഞ വർഷത്തിലെ 11 മാസക്കാലവും കഴിഞ്ഞു പോയവരുണ്ട്. സഹോദരങ്ങളെ, ആരെ ബോധിപ്പിക്കാനാണ്? റമളാനിൽ ചിലപ്പോൾ അതിനൊന്ന് കർട്ടനിടും, റമളാനിൽ TV കാണൂല, റമളാനിൽ മ്യൂസിക് ഉണ്ടാവില്ല. ഇത് വലിയ പുണ്യപ്രവൃത്തിയായിരുന്നെങ്കിൽ പിന്നെ എന്തിന് റമളാനിൽ ചെയ്യാതിരിക്കണം? റമളാനിൽ മാത്രം ഒരു ഖബറ വേഷധാരണം നമുക്ക് ആവശ്യമില്ല. കാലാകാലം അത് ഒഴിച്ചു നിർത്താൻ ആ സ്ക്രീൻ ഉണ്ടല്ലോ. എന്തു നന്മയാണ് സഹോദരങ്ങളെ ഈ സംഗീതം കൊണ്ടും ഈ സിനിമ കൊണ്ടും അല്ലെങ്കിൽ ഈ കാണുന്ന റിയാലിറ്റി ഷോ കൊണ്ടും, അതല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള, ഇനിയിപ്പോ സ്ക്രീൻ തന്നെ വേണമെന്നില്ല, സ്മാർട്ട് ഫോൺ കയ്യിൽ വിരൽത്തുമ്പിൽ ആസ്വദിക്കാവുന്ന സൗകര്യങ്ങളുമെല്ലാം എന്തു നന്മയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് സമ്മാനിച്ചിട്ടുള്ളത്? ആത്മാർത്ഥമായി ചോദിക്കട്ടെ. ഇത് മക്കൾക്കൊരുക്കി കൊടുത്ത രക്ഷിതാക്കൾ, മുതിർന്നവർ, അവർ ശ്രദ്ധിക്കുക. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തോടും അല്ല ഈ സമൂഹത്തിനോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാണത്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, ഇത്തരത്തിലുള്ള ഹറാമുകൾ മക്കളെ ഒരുക്കുന്നവർ, മക്കൾക്ക് ഒരുക്കി കൊടുക്കുന്നവർ, സമ്പത്ത് നൽകി ഒരുക്കി കൊടുക്കുന്നവർ, റമളാനിൽ പോലും, റമളാനിൽ കുട്ടികൾക്ക് ഒഴിവാണ്, ഭക്ഷണം കഴിക്കുന്നില്ല, ചിലപ്പോൾ സ്കൂൾ ഉണ്ടാവില്ല, അവർക്ക് ഫോൺ കൊടുത്തിരിക്കുകയാണ്, അതല്ലെങ്കിൽ അവർക്ക് തോന്നിയത് കേൾക്കാനും കാണാനും വീട്ടിൽ തന്നെ സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. ഇങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടുന്ന ഗുരുതരമായ ഒരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അബ്ദിൻ യസ്തറഈഹി അല്ലാഹു റഈയതൻ. ആരാണോ, ഏതൊരടിമയാണോ അള്ളാഹു അവനെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ചിലർ പറഞ്ഞു ഒരാളുടെ വിഷയത്തിലാകട്ടെ, തന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരാളാകട്ടെ, അല്ലെങ്കിൽ തന്റെ വീട്ടിൽ താൻ ചെലവിന് കൊടുക്കുന്ന മക്കളോ ഭാര്യയോ ആരുമാകട്ടെ, എത്ര ചെറിയ ആളുകളുടെ വിഷയത്തിൽ ആണെങ്കിലും ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവർ ആ ഉത്തരവാദിത്തം ശറഈയായി അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ നാട്ടുകാരെ ബോധിപ്പിക്കാനും കുടുംബക്കാരെ ബോധിപ്പിക്കാനും മക്കളെയും സ്വന്തം ഭാര്യയും ബോധിപ്പിക്കാനും വേണ്ടതെല്ലാം അവർക്ക് കൊടുത്താൽ ശറഈയായ ബാധ്യതയാണ് അതെന്ന് അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിചാരിക്കരുത്. മറിച്ച് ശറഈയായ രൂപത്തിൽ ആ ബാധ്യത നിർവഹണം അള്ളാഹുവിന് തൃപ്തിയുള്ള രൂപത്തിൽ നിർവഹിക്കാത്തവർ, യമൂതു യൗമ യമൂത്, അവൻ മരിക്കുന്ന ദിവസം, വഹുവ ഗാശുൻ ലിറഈയതി, തന്റെ കീഴിലുള്ള ചെലവിന് കൊടുക്കുന്ന ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരെ വഞ്ചിച്ചാണ് അവൻ മരണപ്പെടുന്നത്. ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന്റെ മേൽ അല്ലാഹു ഹറാമാക്കാതിരിക്കുകയില്ല. സ്വഹീഹായ ഹദീസാണിത്, മുത്തഫഖുൻ അലൈഹിയായ ഹദീസ്, സ്വഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഹദീസാണിത്. റമളാൻ ഈ തിരുത്തലുകളും അതുപോലെ തന്നെ ഈ സംസ്കരണ പ്രക്രിയകളൊക്കെ വീണ്ടെടുക്കാനുള്ള അവസരമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വീട്ടിൽ നിന്ന് റമളാനിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളും മാർഗങ്ങളും ഉപകരണങ്ങളും നമ്മൾ ഒഴിവാക്കണം. ഒരു നന്മയും ഒരാൾക്കും നേടിത്തരാത്ത, തീർത്തും ഹറാമുകളും തോന്നിവാസങ്ങളും മാത്രം സമ്പാദ്യമായി സമ്മാനിക്കുന്ന ഈ വൃത്തികേടുകൾക്ക് റമളാനിന് മുമ്പ് തിരശീലയിടണം. മരണം വരെ അത് ഒഴിവാക്കാൻ റമളാൻ നമുക്ക് പ്രേരണയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിൽ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ, നല്ല നീയത്തോടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം ലഭിച്ചവരായി റമളാൻ പൂർത്തിയാക്കാനും ഇബാദത്തുകൾ അനുഷ്ഠിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലിം ഇലൈനാ റമളാൻ, اللهم سلم إلينا رمضان، اللهم سلمنا إلى رمضان، اللهم بلغنا رمضان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا
إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.